പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിത്യ സഹായ മാതാവിന് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് 2026 മാർച്ച് മാസം നമ്മൾ നീക്കിവെച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള്, അമലോത്ഭവയായ മറിയം, കർമ്മല മാതാവ്, സ്വർഗാരോപിത മാതാവ്, ദൈവമാതാവ്, നിത്യകന്യക, ഇങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നിത്യസഹായ മാതാവിനെ കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. കർമ്മലീത്ത വൈദികനായ ഞാൻ തോമസ് അച്ഛനാണ്. പരിശുദ്ധമ്മ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും ഏറ്റവും ഉചിതമാണ്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 വർഷത്തെ പൗരോഹിത്യവും 12 വർഷത്തെ രൂപീകരണ കാലഘട്ടമൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയിക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം. പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ നിരന്തരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോകം മുഴുവനും വേണ്ടി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെപ്പോഴും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നിത്യസഹായ മാതാവിൻ്റെ ഐക്കൺ അഥവാ പ്രതിരൂപം ലോകമെമ്പാടും വളരെ പ്രശസ്തിയുള്ളതാണ്. ഗ്രീസിലെ ക്രീറ്റ് എന്ന വലിയ ദ്വീപിൽ നിന്ന്, ലോകത്തിലെ 5ാമത്തെ വലിയ ദ്വീപാണ്, പരിശുദ്ധ അമ്മയുടെ പ്രതിരൂപം ഐക്കൺ റോമിലെത്തിച്ചു ഒരു വ്യാപാരി എന്നാണ് ഐതിഹ്യം. അദ്ദേഹം അത് കട്ടുകൊണ്ടുപോകുന്നതാണെന്നും തൻ്റെ കുടുംബത്തെ സൂക്ഷിച്ചെന്നും പരിശുദ്ധമ്മ അത് പൊതുവണക്കത്തിനായിട്ട് നൽകണമെന്ന് ആവർത്തിച്ചെന്നും അങ്ങനെയാണത് റോമിൽ എത്തിയതെന്നും പൊതുവണക്കത്തിനായിട്ട് എത്തിയതെന്നുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ പരിശുദ്ധമ്മയുടെ ഐക്കണെക്കുറിച്ച്, പരിശുദ്ധമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ രൂപത്തെക്കുറിച്ച് നമുക്കൊരുപാട് അറിവുകളുണ്ട്. 1499 മുതൽ 1798 വരെ റോമിലെ വിശുദ്ധ മത്തായിയുടെ പള്ളിയിലാണത് സൂക്ഷിച്ചിരുന്നത്. അഗസ്റ്റീനിയൻകാര് നെപ്പോളിയൻ റോമ ആക്രമിച്ചപ്പോൾ അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. 1866-67 കാലഘട്ടങ്ങളിൽ പരിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പ അത് റെദംപ്റ്റോറിസ് സമൂഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ റോമിലെ വിശുദ്ധ അൽഫോൻസ് ദേവാലയത്തിൽ അത് ഇന്നും സൂക്ഷിക്കുന്നു. അതാണ് അതിൻ്റെ ഒറിജിനൽ യഥാർത്ഥ രൂപം. അതിൻ്റെ പകർപ്പുകളാണ് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രൂപമാണ് നിത്യസഹായ മാതാവിൻ്റേത്. ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 13ാം നൂറ്റാണ്ടിന് മുൻപേ തുടങ്ങി ഈ രൂപത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്നാണ്. ബൈസൻ്റയൻ എന്നൊരു കലാരൂപമാണ് ഇതിന് രൂപം നൽകിയതെന്നും, അല്ല വിശുദ്ധ ലൂക്കയാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപം വരച്ചതെന്നുമുള്ള പല ഐതിഹ്യങ്ങളുമുണ്ട്. ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപം. അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് പീഡാനുഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ബാലനായ ഈശോ ഭയപ്പെട്ടു ഓടി അമ്മയുടെ മടിത്തട്ടിലേക്ക് ചാടിക്കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി ഭയപ്പെട്ട് അമ്മയുടെ മടിയിലേക്ക് ചാടിക്കയറിയപ്പോൾ
കുട്ടിയുടെ ഇടത് കാല് അപ്പോഴും പതിയെ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വലത് കാലിൽ നിന്ന് ചെരുപ്പ് താഴേക്ക് ഊരിയിരുന്നു. അപ്പം അമ്മയെ ചേർത്ത് പിടിച്ചേക്കാണ് കുട്ടി. അതാണ് ഉണ്ണീശോയെക്കുറിച്ച് നമ്മൾക്ക് ആ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയാകട്ടെ മകൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് ഓർത്ത് വളരെ വ്യാകുലയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപം നിത്യസഹായ മാതാവിൻ്റെ പ്രതിരൂപത്തിൽ വളരെ വിഷമിച്ചൊരു രൂപമാണ്. കാരണം തൻ്റെ മകൻ പീഡകൾ അനുഭവിക്കും എന്നുള്ള ആ വലിയ അറിവ്. ഇതിൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് പരിശുദ്ധ അമ്മ എന്നാണ്, നിത്യസഹായ മാതാവ് എന്നാണ്. മറ്റേത് ഈശോ എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ രൂപത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് 2 മാലാഖമാരെ കാണാം. വിശുദ്ധ മിഖായേൽ മാലാഖയും വിശുദ്ധ ഗബ്രിയേൽ മാലാഖയാണ്. ഒരു മാലാഖയുടെ കയ്യിൽ കുരിശുണ്ട്, ഒരു മാലാഖയുടെ കയ്യിൽ സ്പോഞ്ച് പോലത്തെ എന്തോന്നുണ്ട്. അതായത് ഈശോയ്ക്ക് വിനാഗിരി പഞ്ഞിയിൽ വിനാഗിരി മുക്കി ഈശോയുടെ ചുണ്ടോട് അടുപ്പിച്ചതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ? അവരും രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നത് ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് അതോർത്ത് ഭയപ്പെട്ട ബാലനായ യേശു തൻ്റെ മകൻ പീഡകൾ അനുഭവിക്കുമെന്ന് അറിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന നിത്യസഹായ മാതാവ് ഉണ്ണീശോയെ നോക്കുന്നേയില്ല, മറിച്ച് നമ്മളിലേക്കാണ് നോക്കുന്നത്. വലിയ കണ്ണുകളാണ് നിത്യസഹായ മാതാവിൻ്റെ ഈ രൂപത്തിൽ. ഇത്രയും വിഷമമുള്ളൊരു രൂപമാണെങ്കിലും നമുക്കൊരുപാട് സന്തോഷം നൽകുന്ന ഒരു രൂപമാണ് നിത്യസഹായ മാതാവിൻ്റെ. ഒരുപാട് അത്ഭുതങ്ങൾ നിത്യസഹായ മാതാവിൻ്റെ രൂപം വയ്ക്കുക വഴി, നോക്കുക വഴി, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുക വഴി ഇന്നും ജനത്തിന് ലഭിച്ചിരിക്കുന്നുണ്ട്. ഞാൻ വലിയൊരു സാക്ഷിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കൗൺസിലറായിട്ടുള്ള ഞാൻ എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ, വലിയ പള്ളി എന്ന് പറയും, കപ്പൽ പള്ളി എന്ന് പറയും, അവിടെയാണ് ഞാൻ അതിരാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെ കൗൺസിലിങ്ങിൽ ഇരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് കത്തീഡ്രൽ പള്ളിയെങ്കിലും പരിശുദ്ധ നിത്യസഹായ മാതാവിനെ പ്രത്യേകമായിട്ട് വണങ്ങുന്നൊരു പള്ളിയാണ്. മാല ചാർത്തി പരിശുദ്ധ നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു ആചാരമാണ്. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 5:30 ജപമാല ആരംഭിച്ചു. 6 മണിക്ക് കുർബാനയും നോവേനയും ആരാധനയും, 7 മണിക്ക് ദിവ്യബലിയും നോവേനയും ആരാധനയും, പിന്നെ 10:30 മണിക്ക് ദിവ്യബലിയും ആരാധനയും നോവേനയും. ഇതിനിടയ്ക്കുള്ള സമയമൊക്കെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കും. ഒരു ദിവസം എല്ലാ ശനിയാഴ്ചകളിലും 8 നോവേനകളുണ്ട്. അതുപോലെ 5 ദിവ്യബലികളുണ്ട്. തുടർച്ചയായിട്ടുള്ള ആരാധനകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് പോകുന്നത്. എനിക്കും ദിവ്യബലി അർപ്പിക്കുവാനും അതുപോലെ നോവേനകൾ ചൊല്ലുവാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ ഓരോ ദിവസവും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗസൗഖ്യം, അതുപോലെ ജോലികൾ ലഭിച്ചതായിട്ടുള്ളത്, വിവാഹ തടസ്സം മാറിയത്, മക്കളെ ലഭിച്ചത്, ഇങ്ങനെ അനവധിയായിട്ടുള്ള അത്ഭുതങ്ങളാണ് നിത്യസഹായ മാതാവിലൂടെ ലഭിച്ചതായിട്ട് അനുദിനം എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് എനിക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അപ്പോൾ പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ അനുഗ്രഹം എന്നും എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് നിത്യസഹായ മാതാവിനെ ഏറ്റവും അധികമായിട്ട് ലോകമെങ്ങും വണങ്ങുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും നമുക്കറിയാം ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിലും നിത്യസഹായ മാതാവിൻ്റെ നോവേനയുണ്ട്. കാരണം നിത്യസഹായ മാതാവിലൂടെ പ്രാർത്ഥിച്ചാൽ നിത്യം സഹായിക്കുന്ന ഒരമ്മയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ അമ്മയും തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെയും നോക്കിക്കൊണ്ട് പറയുന്നതാണ്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ.
ആ നിമിഷം മുതൽ പുത്രൻ യോഹന്നാൻ അമ്മയെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഈശോ എന്നും പറയുന്നതും അതുതന്നെയാണ്, ഇതാ നിന്റെ അമ്മ. നമ്മുടെ വീടുകളിൽ നിത്യസഹായ മാതാവിനെ സ്വീകരിക്കുവാനായിട്ട്, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട്, നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നിത്യസഹായ മാതാവിൻ്റെ രൂപങ്ങൾ, ഐക്കണുകൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന ആ പ്രകാശം, അത് തന്നെ വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴിയും സത്യവും ജീവനുമായിട്ടുള്ള പുത്രനെ കാണിച്ചുകൊണ്ട്, പുത്രനും അമ്മയെ നോക്കുന്നില്ല, അമ്മ പുത്രനെയും നോക്കുന്നില്ല, മറിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ പറയുന്നത് ചെയ്യുക. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും നിത്യസഹായ മാതാവ് പറയുന്നതും അതുതന്നെയാണ്. പീഡകൾ അനുഭവിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമുക്ക് രക്ഷ കൈവരിച്ചു തന്ന തൻ്റെ പുത്രൻ പറയുന്നത് ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ നിരന്തരം തൻ്റെ പുത്രനെ നോക്കി പറയുന്ന ആ വലിയ നിത്യസഹായ മാതാവിനെ നമുക്ക് ജീവിതം മുഴുവനും നമ്മുടെ അമ്മയായിട്ട് കൊണ്ടു നടക്കാം. കരോൾ വൈറ്റ്യുവ, പിന്നീട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തീർന്ന 8 വയസ്സുള്ള ആ ബാലനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഇപ്രകാരമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് 8-ാം വയസ്സിലാണ് തൻ്റെ അമ്മ നഷ്ടപ്പെടുന്നത്. അമ്മ മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ ഓടി വന്ന ആ കൊച്ചുമകനെ ഇന്നും അവിടുത്തെ വികാരിച്ചൻ ഓർത്തിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചതാണ്, എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു, എനിക്ക് ഇനി ആരുമില്ല. മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു അന്നത്തെ ഇടവക വികാരി. എന്നും പരിശുദ്ധ അമ്മയോട് അത്ര ആഴമായിട്ടുള്ള ഭക്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. ആ മാർപ്പാപ്പ എന്നും തൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് റോമിലെ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ അടുത്ത് വിശുദ്ധ അൽഫോൻസ് പള്ളിയിൽ സ്ഥാപിതമായിരിക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും നിർവഹിക്കും. തിരിച്ചും വിശുദ്ധ അൽഫോൻസ് ദേവാലയത്തിൽ പോയി നന്ദി പറയുമായിരുന്നത്രേ. നിത്യസഹായ മാതാവിലൂടെയാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അനുമതിയും വിജയവും മാധ്യസ്ഥവും യേശു നൽകിയതെന്ന് എപ്പോഴും ഉറച്ചു വിശ്വസിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. തൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയോട് സാക്ഷ്യം പറയുവാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. നിത്യസഹായ മാതാവിൻ്റെ ഓർമ്മ നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുമ്പോൾ നിത്യസഹായ മാതാവിനോട് ആഴമായിട്ടുള്ള ഭക്തി നമുക്കുണ്ടാകാനായിട്ട് എന്നും നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം ധ്യാനിക്കുന്നൊരു വിഷയമാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം. ഒരുപാട് സാമ്പത്തിക കെടുതികൾ, ഒപ്പം എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു, എത്രയോ ലോകത്തിലെ സമ്പന്നതകൾ നഷ്ടപ്പെട്ടു. ഇനിയും ഇത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ലോകത്തിൽ വരാതിരിക്കാനായിട്ട്, രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകാനായിട്ട്, സമാധാനം ഉണ്ടാകാനായിട്ട്, മനപ്പൊരുത്തം ഉണ്ടാകുവാനായിട്ട്, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രോഗവും നമ്മുടെ ലോകത്തെ കടന്നു പിടിക്കാതിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ആധുനിക ലോകത്ത് കടന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ് എയ്ഡ്സ്, HIV, ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങൾ. ഈ മാരക രോഗങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ യുവജന സമൂഹം ചെന്നുപെടാതിരിക്കാനായിട്ട്, വിശ്വാസത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുവാനായിട്ട്, പരിശുദ്ധ അമ്മയിലുള്ള ആഴമായിട്ടുള്ള വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം നൽകുന്ന പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ലോകത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകാനായിട്ട്
നിത്യസഹായ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നിത്യസഹായ മാതാവേ, ഞങ്ങളെ, ഞങ്ങളുടെ ലോകത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ലോകത്തെ യുദ്ധക്കെടുതികളിൽ നിന്ന് എപ്പോഴും മോചിപ്പിച്ച് സമാധാനവും സന്തോഷവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യസഹായ മാതാവേ, കോവിഡ്, എയ്ഡ്സ്, HIV, ക്യാൻസർ മുതലായ രോഗങ്ങളിൽ വീണുപോകാതെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ യുവജന സമൂഹത്തെയും നയിച്ചു കൊള്ളണമേ എന്ന് എപ്പോഴും അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങളുടെ ലോകത്ത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനായിട്ട് പിതാവിനോട് പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ.